ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് കേരള PSC നടത്തിയ HSST സുവോളജി എക്സാമിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറായ നിതിൻ സാറിന്റെ ഒപ്പമാണ്. അപ്പോൾ നമുക്ക് നിതിൻ സാറിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സാറിന്റെ മുഖം കണ്ടറിയാൻ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുവാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് അറിയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സാറേ നമ്മൾ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏതൊരു എക്സാമിനാണെങ്കിലും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പഠനത്തിൻ്റെയോടൊപ്പം തന്നെ ഡിപ്രഷൻ, സ്ട്രെസ്, ആൻസൈറ്റി, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മൾ കളിയാക്കുമ്പോൾ ഇത്രയും നാളായിട്ട് നിർത്തിയിട്ട് പൊക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് നമ്മൾ ഭയങ്കര നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. സാറിന്റെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണ് അതൊക്കെ ഓവർകം ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടും ടീച്ചറെ, ഏതൊരു ഉദ്യോഗാർത്ഥിയുടെ ലൈഫിലും ഉള്ളതുപോലെ എൻ്റെ ലൈഫിലും അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു കല്യാണ ഫംഗ്ഷന് പോയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റിന് പോയാലും എല്ലാവരും ആദ്യം ചോദിക്കുന്നത് ജോലിയൊന്നും ആയില്ലേ എന്നുള്ളതാണ്. എനിക്കൊന്നും അത് കേൾക്കാത്തവരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ വളരെ കുറവാണ്. അപ്പോൾ ആ ചോദ്യം എന്ന് പറയുന്നത് അതിൽ നിന്നൊരു ഊർജ്ജം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മൾ എവിടെയെങ്കിലും എത്തുമോ എന്ന് സംശയിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു മോട്ടിവേഷനായിട്ട് എടുക്കുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ ടീച്ചർ ചോദിച്ച സ്ട്രെസ് മാനേജ്മെൻറ്റ് അതൊരു വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ഭയങ്കരമായിട്ട് പ്രിപ്പറേഷൻ സമയത്ത് സ്ട്രെസ്ഡാണ്, എനിക്കിത് കിട്ടുമോ അല്ലെങ്കിൽ ഞാനിത് പഠിച്ചാൽ തീരുമോ എന്നൊക്കെയുള്ള ഒരുപാട് ആശങ്കകളുണ്ട്. അപ്പോൾ നമ്മളതിൽ നിന്നും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പൊടിക്കൈകൾ ഉപയോഗിക്കാം. ഇപ്പം ഞാൻ പേഴ്സണലി ചെയ്തത്, എനിക്ക് സ്ട്രെസ്സ് കുറയ്ക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മ്യൂസിക് കേൾക്കുക, ചെറിയതായിട്ടുള്ള യാത്രകൾ നടത്തുക. അപ്പോൾ ഇതൊക്കെ എന്നെ ആക്ച്വലി ആ പ്രോസസ്സിൽ നിന്നും ഒരു അല്പനേരത്തെങ്കിലും ഒരു ചെറിയ ഡിസ്ട്രാക്ഷൻ പോലെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സ്ട്രെസ് മാനേജ് ചെയ്യാൻ നിങ്ങളും എന്തെങ്കിലും ഒരു ടെക്നിക്ക് കണ്ടുപിടിക്കണം. നമ്മൾ UPSC എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു വീക്ക്ലി ടൈം ടേബിൾ വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ വീക്ക്ലി ടൈം ടേബിൾ കഴിയുമ്പോൾ ഒരു സാറ്റർഡേ സൺഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് സെൽഫായിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും. ലൈക്ക് നമ്മളൊരു ഫിലിം വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് വെളിയിൽ പോയി നമുക്ക് തന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യുക, ഡ്രസ്സൊക്കെ എടുക്കുക, അങ്ങനെ എന്തെങ്കിലും ട്രിക്സ് സാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ടീച്ചറെ, കാരണം നമ്മൾ ഒരു ഉദ്ദേശിച്ച ഒരു കണ്ടന്റ് നമ്മൾ പഠിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ട് ഒരു ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളങ്ങ് എക്സോസ്റ്റഡ് ആവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്വയം ഒരു റിവാർഡ് പോലെയൊക്കെ ഞാൻ അത്യാവശ്യം പുറത്തൊക്കെ പോയിട്ടുണ്ട്, സിനിമ കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം മാറ്റിവെച്ച് പഠിച്ചൊരു ആളൊന്നുമല്ല, എല്ലാം അതിൻ്റെ കൂടെ തന്നെ മാനേജ് ചെയ്ത് പോയ ഒരു കാര്യമാണ്. അപ്പോൾ പല ആളുകൾക്കൊരു സംശയമുണ്ട്, 6 മാസം തയ്യാറെടുക്കുമ്പോൾ 6 മാസവും വീടിനകത്ത് തന്നെ ഇരുന്ന് പഠിക്കണോ എന്നുള്ളത്. അതൊരു തെറ്റായ ധാരണയാണ്. കാരണം 6 മാസം നിങ്ങൾക്ക് ഫുൾ ടൈം വീട്ടിലിരുന്ന് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം. അതല്ല, നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്തുകൊണ്ടും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം. രണ്ടാമത്തെ കാര്യമാണ് എങ്കിൽ നിങ്ങൾക്ക് അല്പം കൂടെ സ്ട്രെസ് ഒന്ന് കുറഞ്ഞു നിൽക്കും എന്നുള്ളതാണ്. പിന്നെ ഒരു ദിവസം സാർ എത്ര മണിക്കൂർ പഠിക്കുമായിരുന്നു? ആസ് എ ഫാക്കൽറ്റി, PSC ഫാക്കൽറ്റി ആണ്, അപ്പോൾ അതിന്റെ സബ്ജക്ട് നമ്മൾ എന്തായാലും എക്സാമിനും അല്ലെങ്കിൽ ക്ലാസ്സിന് മുമ്പ് പ്രിപ്പയർ ചെയ്യണം. അതിന്റെ കൂടെ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അതും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ സാർ വർക്ക് ചെയ്തുകൊണ്ടാണ് ഇത് പഠിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് എങ്ങനെയായിരുന്നു? ടൈം മാനേജ്മെന്റ് ഇപ്പോൾ ടീച്ചർ തന്നെ അറിയാമല്ലോ, നമ്മുടെയൊക്കെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂളാണ്. അപ്പോൾ അത് കാരണം നമുക്ക് ഈ ടൈം മാനേജ്മെന്റ് വലിയൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് എല്ലാവരുടെയും ഒരു ധാരണ, നമുക്ക് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന കാരണം നമുക്ക് എല്ലാ കണ്ടന്റും അറിയാമെന്നൊരു ധാരണയുണ്ട്. വാസ്തവത്തിൽ അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം നമ്മൾ പഠിപ്പിക്കുന്ന ആ ഒരു ഏരിയ ആണ് നമുക്ക് എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ളത്. അപ്പോൾ അത് ആക്ച്വലി എനിക്ക് എക്സാമിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം സുവോളജി ആയിരുന്നു, ഒരു ബഹുഭൂരിപക്ഷം ചോദ്യങ്ങളും സുവോളജിയാണ് ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ ഒരു അഡ്വാൻറ്റേജ് എനിക്കുണ്ടായിരുന്നു. പിന്നെ എത്ര ടൈമാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം, ഇത് ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ടൈം സെറ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ലൈഫിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ദിവസം 8 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ എന്ന ഒരു ടൈം ടേബിൾ വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം നമുക്ക് ചിലപ്പോൾ 9 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും, അല്ലെങ്കിൽ 7 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങനെ ഒരു മണിക്കൂർ സെറ്റ് ചെയ്യുക. ബേസിക്കലി നമ്മൾ എത്ര മണിക്കൂർ പഠിച്ചാലും ഒരു വീക്ക്ലി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കണ്ടന്റ് തീർക്കാൻ പറ്റുന്നുണ്ടോ എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ഡെയിലി നമുക്ക് മണിക്കൂറിൽ സെറ്റ് ചെയ്യാം, പക്ഷേ അതെപ്പോഴും നമുക്ക് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റണമെന്നില്ല. കാരണം ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. സാറിന് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഇതിനൊരു ദൂഷ്യ എഫക്ട് എന്ന രീതി, ദൂഷ്യം എന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പം നമ്മളൊരു 1 വീക്കിലേക്ക് ഒരു ടൈം ടേബിൾ ഇട്ടു, അപ്പം അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രെസ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും പഠിച്ചില്ലല്ലോ എന്ന് നമ്മൾ എപ്പോഴും ആ ഒരു ചിന്തയിൽ നമ്മൾ ഡൗൺ ആയി പോകും. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ സാറിന് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട് ടീച്ചറെ. കാരണം ഇപ്പം ഞാൻ ഒരാഴ്ച കൊണ്ട് ഇത്രയും പഠിക്കണമെന്ന് എൻ്റെ ഒരു മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കും. അപ്പോഴായിരിക്കും നമുക്ക് കുറച്ചധികം ക്ലാസ്സുകൾ എടുക്കേണ്ടുന്ന ഒരു അവസ്ഥ വരുന്നത്. പെട്ടെന്ന് പുതിയ ബാച്ച് ലോഞ്ച് ചെയ്യും. അപ്പോൾ നമ്മൾ അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ അത്യാവശ്യം നല്ലൊരു സ്ട്രെസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ആഴ്ചയിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രെസ് റിലീവിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുക. പിന്നെ കഴിവതും, അതൊരു എക്സ്ക്യൂസായിട്ട് ഞാൻ പറയുന്നതല്ല, കഴിവതും നിങ്ങൾ ആ ഒരു
1 വീക്കിലെ പാറ്റേൺ എങ്കിലും അല്ലെങ്കിൽ ആ ഒരു ടൈം ടേബിൾ എങ്കിലും നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. അന്ന് ആ ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് രണ്ടാമത്തെ ആഴ്ച മേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അവിടെ നമ്മൾ പെൻഡിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. നമ്മളിങ്ങനെ ആ പഠിക്കേണ്ട കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടേയിരിക്കും. HSST എക്സാം എന്ന് വെച്ചാൽ നല്ല ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു സാറിന് 53 മാർക്ക് എന്തോ ഫസ്റ്റ് റാങ്ക് ഹോൾഡറിന് 53 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തന്നെ അറിയാം എക്സാമിന്റെ സ്റ്റാൻഡേർഡ് എന്തായിരിക്കുന്നുള്ളത്. അപ്പൊ സാർ എങ്ങനെയാണ് ഇതിനെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? പ്രാക്ടീസ് മേക്സ് എന്താ പറയുന്നത്, നിത്യാഭ്യാസി ആനെ ഉയർത്തുമെന്നാണല്ലോ പറയുന്നത്. അതുപോലെ എങ്ങനെയായിരുന്നു ഈ സാറിന്റെ പ്രാക്ടീസ് സെഷൻസ് ഒക്കെ? ടീച്ചറെ, ഞാൻ ആക്ച്വലി പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് മോക്ക് ടെസ്റ്റുകൾ. പക്ഷെ ഞാൻ ചെയ്ത ഒരു കാര്യം, ഞാൻ അങ്ങനെ പോയി പഠിക്കാനുള്ളൊരു അവസ്ഥ ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ ചെയ്തത്, ഞാൻ കുറേ കുട്ടികൾക്ക് HSSTയുടെ ക്ലാസ്സുകൾ എടുത്തു കൊടുത്തു. അപ്പോൾ ആ കുട്ടികൾക്ക് മോക്ക് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ അതിനുവേണ്ടി കുറേ ചോദ്യങ്ങളൊക്കെ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കി. അപ്പോൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിന് പകരം ഞാൻ മോക്ക് ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അത് എനിക്ക് ആക്ച്വലി വലിയൊരു ഗുണമാണ് എനിക്ക് ലഭിച്ചത്. കാരണം നമ്മളൊരു മോക്ക് ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും അറ്റൻഡ് ചെയ്യുന്നതും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട്. ഒരു ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഡൈമെൻഷൻസ് നോക്കിയിട്ടായിരിക്കും നമ്മൾ ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുത്തു എന്നത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്തൊരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ എന്ന് പറയുമ്പോൾ ചിലർ പറയുമ്പോൾ ഭയങ്കര പഠിപ്പിസ്റ്റാണ്, ഭയങ്കര ബുജിയാന്നൊക്കെ പറയും. സാർ അങ്ങനെ ഒരു പഠിപ്പിസ്റ്റ് ആയിരുന്നോ? ഒരിക്കലും അല്ല ടീച്ചർ. കാരണം ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു എയിമില്ലാതെ നടന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ എൻട്രൻസ് ഒക്കെ എഴുതാൻ വേണ്ടി പോയപ്പോൾ എൻട്രൻസ് എന്താണെന്ന് പോലും അറിഞ്ഞാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ആ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിച്ചു എന്ന് മാത്രമാണ്. കാലക്രമേണയാണ് നമ്മുടെ ഇനി പഠിക്കാനുള്ളൊരു താല്പര്യം തോന്നുകയും അപ്പോഴത്തേക്കും കുറച്ച് പ്രായമൊക്കെ ആയെങ്കിലും വളരെ വൈകിയാണെങ്കിലും അത്യാവശ്യമൊക്കെ പഠിക്കണം എന്നൊരു തോന്നൽ വരികയും അത് പതുക്കെ പതുക്കെ പിക്ക് ചെയ്തെടുത്തൊരു കാര്യമാണ്. സാർ പറഞ്ഞ പോലെ പഠിക്കുന്ന പ്രായം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ലിമിറ്റേഷൻ, നമുക്ക് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ? ഒരിക്കലും മനസ്സ് മാത്രമാണ് അത് നമുക്ക് വേണം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടികളാണെങ്കിൽ പോലും ലാസ്റ്റ് ചാൻസ്, അതിപ്പോ ചില ജനറൽ കാറ്റഗറി 36ാമത്തെ വയസ്സാണ്, എനിക്ക് ഇനി ഇല്ല മിസ്സേ എന്നൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളവർ ഏറ്റവും കൂടുതൽ ജോലി വാങ്ങിക്കുന്നതെന്ന് തോന്നുന്നില്ല, ലാസ്റ്റ് ചാൻസ് ആയതുകൊണ്ട്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ LP UP ബാച്ചുകളിലൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അറിയാം 40 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറി എഴുതാൻ പറ്റുന്നത്. ഒരു 38-39 കാറ്റഗറിയിലുള്ള ആളുകളാണ് ബഹുഭൂരിപക്ഷം ലിസ്റ്റിൽ വരുന്നത്. കാരണം അവരുടെ ലാസ്റ്റ് ചാൻസാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് നമുക്ക് കൂടുമ്പോഴാണ് ഈ ജോലി ഇല്ലെങ്കിൽ നമുക്ക് വേറെ നോക്കാം, അല്ലെങ്കിൽ എനിക്ക് കൃഷിയുണ്ട് അത് നടത്തി ജീവിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ വയ്ക്കുമ്പോൾ ഇതിൻ്റെ നമ്മളെ മെയിൻ ഫോക്കസ് ചെറുതായിട്ടൊന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഫോക്കസ് ഫുൾ ഒരു മേഖലയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, അനാവശ്യമായ ഓപ്ഷൻസ് കുറയ്ക്കുക. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതെ, ഇപ്പൊ നമ്മളാണെങ്കിൽ ക്ലാസ്സിൽ പറയും, ഇപ്പൊ നമ്മളൊരു LDC ജോബ് പഠിക്കുവാണെങ്കിൽ ആദ്യമേ തന്നെ ആ ഒരു ചെയറിൽ നമ്മൾ ഇരിക്കുന്നതായിട്ട് അങ്ങ് സങ്കല്പിക്കുക അല്ലെ? എന്നിട്ട് ഫസ്റ്റ് സാലറി വാങ്ങിച്ചിട്ട് എന്റെ ഫസ്റ്റ് സാലറി കൊണ്ട് എന്റെ മോന് അല്ലെങ്കിൽ എന്റെ അച്ഛന് എന്റെ ഹസ്ബൻഡിന് എന്തെങ്കിലും കൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കാനായിട്ടാണ് ഞാനൊക്കെ പറയാറുള്ളത്. അപ്പൊ ശരിക്കും സാർ അതുപോലെ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു? ഉറപ്പായിട്ടും ടീച്ചർ. ഞാൻ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ HSST ആയി ജോയിൻ ചെയ്തു മനസ്സുകൊണ്ട്. അത് വാസ്തവത്തിൽ ഓവർ കോൺഫിഡൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതല്ല, എനിക്കതൊരു കോൺഫിഡൻസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ചിലർക്ക് അതൊരു ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഫീൽ ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല, ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഓൾറെഡി മനസ്സുകൊണ്ട് എത്തിയാൽ നമ്മുടെ ശരീരം അതിന്റെ പുറകെ വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറിന്റെ സ്റ്റോറിയൊക്കെ സക്സസ് സ്റ്റോറീസ് ആണ് നമ്മൾ കേട്ടത്. ഫെയിലിയേഴ്സ് ആയിട്ട് എന്തെങ്കിലും ലൈഫിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അതോടെ കൂടി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും മിസ്സേ. കാരണം ഞാൻ ആദ്യമായിട്ട് എഴുതി ക്രാക്ക് ചെയ്തൊരു എക്സാം അല്ല ഇത്. ഇത്രയും വർഷങ്ങളായിട്ട് ഒരുപാട് എക്സാംസ് എഴുതി ലിസ്റ്റിന്റെ പരിസരത്ത് പോലും വരാതെ ഒരുപാട് വിഷമിച്ച് അങ്ങനെയൊക്കെ നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാറ് പഠിപ്പിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല എന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം പരാജയത്തിൽ കൂടെയാണ് ഈ ഒരു റാങ്കിലേക്ക് വന്നത്. ഇതൊരു പെട്ടെന്നൊരു രാത്രി വെളുപ്പായ സമയത്ത് വന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ സാറിന് പ്രിപ്പറേഷൻ എത്ര മാസം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ? എനിക്കൊരു 6-7 മാസമാണ് പ്രിപ്പറേഷൻ കിട്ടിയത്. അപ്പോൾ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഫാമിലിയുടെ? ഫാമിലി സപ്പോർട്ട്, ഞാൻ ഒറ്റ മകനാണ്. അപ്പോൾ ഫാമിലി എന്ന് പറയുന്നത് അച്ഛനും അമ്മയുമാണ്. അപ്പോൾ അച്ഛനാണ് എല്ലാത്തിലും ഒരു ജോലിക്ക് എത്തണം എന്നൊരു ഗൈഡൻസ് തരുന്നത്. പക്ഷേ ഇമോഷണൽ സപ്പോർട്ട് മൊത്തം അമ്മയാണ് തരുന്നത്. അപ്പോൾ നമുക്ക് ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിലും പല സമയത്തും നമ്മൾ ഡൗൺ ആയി പോകും. അപ്പോൾ അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അമ്മ തന്നെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റില്ല. ഇത് പറഞ്ഞപ്പോഴേ നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് പേർക്ക് സപ്പോർട്ട് ഇല്ലാതിരിക്കുന്നവരുണ്ട്. എസ്പെഷ്യലി ഒരുപാട് ലേഡീസ് ആണെങ്കിലും ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഇല്ലാതെ വരുന്നവരുണ്ട്. അപ്പൊ സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞ് നമ്മളിത് പ്രിപ്പയർ ചെയ്യാതെ അല്ലെങ്കിൽ മാറി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ചെയ്യാൻ പാടില്ല ടീച്ചറെ. കാരണം എല്ലാവരുടെയും സിറ്റുവേഷൻ വ്യത്യസ്തമാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ ഒരു ഫാമിലി ഇല്ലായിരുന്നെങ്കിലും ഞാൻ ചിലപ്പോൾ പഠിച്ച് ജോലിക്ക് വന്നേനെ. കാരണം അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അതിന്റെ ആവശ്യകത കൂടുകയാണ്. അപ്പോൾ ആവശ്യമാണ് നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് സപ്പോർട്ട് ഇല്ല എന്നതൊന്നും നമ്മളൊരു എക്സ്ക്യൂസ് ആയിട്ട് പറയാൻ നിൽക്കരുത്. സമയമില്ല എന്ന് പറയുന്നത് കുഞ്ഞുണ്ട്, എനിക്ക് അമ്മായിയമ്മ പോരാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ അതിന് ഇരിക്കാനേ പറ്റും. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ സാറ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ HSST ആയിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ അടുത്ത് സാറിന് എന്താ പറയാനുള്ളത്? നമ്മുടെ ഒരു പരീക്ഷ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിത്തം തുടങ്ങുമ്പോൾ തന്നെ
നമ്മുടെ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. നമ്മൾ രക്ഷപ്പെടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെല്ലാവരും നമ്മുടെ ചുറ്റും വേണം. കാരണം അതാണ് നമ്മുടെ ഊർജ്ജം എന്ന് പറയുന്നത്. എല്ലാവരും നമ്മളെ പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ കംഫർട്ട് സോണിന്റെ പുറത്തേക്ക് വരില്ല. സോ നിങ്ങളെ അങ്ങനെ ആരെങ്കിലും കുറ്റം പറയാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സന്തോഷിക്കുക. കാരണം നാളെ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ഉറപ്പുള്ളവരാണ് നിങ്ങളെ കുറ്റം പറയുന്നത്. എല്ലാ അധ്യാപകരും നിങ്ങളുടെ കൂടെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലുണ്ട്. നിതിൻ സാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ PSC ഉദ്യോഗാർത്ഥികളോട് എല്ലാവരോടും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക്, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തട്ടെ എന്ന് ഞങ്ങൾ രണ്ടുപേരും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.